ഏവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മീനം രാശിയിൽ ഉൾപ്പെടുന്ന പൂരുരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് 2026 എന്ന് പറയുന്നത് ഒരു അനുകൂലമായ വർഷം തന്നെയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2026 മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു നാളുകളായി 7.5 ശനി നൽകുന്ന മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2026 നിങ്ങൾക്ക് വെറും ഒരു വർഷമല്ല, അതൊരു തിരിച്ചുവരവിൻ്റെ പാതയാണ്. ജന്മശനി എന്ന വലിയ വെല്ലുവിളി നിങ്ങളുടെ ലഗ്നത്തിൽ നിൽക്കുമ്പോഴും ഗ്രഹനിലയിൽ സംഭവിക്കുന്ന ചില അത്ഭുതകരമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വിപരീത രാജയോഗം നൽകുന്ന രാഹുവും ഉച്ചസ്ഥാനമായ വ്യാഴവും നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ വരികയാണ്. 2026 മീനം രാശിക്കാർക്ക് എങ്ങനെ അനുകൂലമാക്കാമെന്നും നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നതെന്നും ഗ്രഹനില അനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ മേഖലയായി തിരിച്ചുകൊണ്ട് വിശദമായി അപഗ്രഥിക്കാം. 2026 വർഷത്തെ 2 ഘട്ടങ്ങളായി തിരിച്ച് തന്നെ പരിശോധിക്കാം. 2026 ആദ്യ പകുതി, അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആദ്യത്തെ 6 മാസങ്ങളെ നമുക്ക് സൗഖ്യത്തിൻ്റെയും ഉന്നമനത്തിൻ്റെയും കാലഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ലഗ്നത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുമെങ്കിലും 12ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും 6ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും നിങ്ങളെ തുണയ്ക്കുന്നതാണ്. ജനുവരി മുതൽ മാർച്ച് വരെ രാഹു ചതയം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു ആശ്വാസമാണ്. ദീർഘകാലമായി അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. മാർച്ച് മുതൽ കേതു മകം നക്ഷത്രത്തിലേക്ക് മാറുന്നത് തൊഴിലിൽ ഉയർച്ചയും നൽകുന്നതാണ്. ജോലിസ്ഥലത്ത് ഉണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങളെല്ലാം മാറി നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ അവസരം വന്നു ചേരും. 2026 2ാം പകുതി, അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള സമയം മീനം രാശിക്കാർ കാത്തിരുന്ന ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ രാശാധിപനായ വ്യാഴം 5ാം ഭാവമായ കർക്കടകത്തിൽ ഉച്ചനായി നിൽക്കുന്ന സമയമാണ്. ഇത് മീനം രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ തൊഴിലിലും അതുപോലെ കുടുംബത്തിലും ഒരേപോലെ സന്തോഷം വന്നു ചേരും. എന്നാൽ വർഷാവസാനം, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറി കേതുവിനൊപ്പം ചേരുന്നത് തൊഴിലിൽ പെട്ടെന്നുള്ള സ്ഥലം മാറ്റത്തിനോ അനിഷ്ടകരമായ മാറ്റങ്ങൾക്കോ കാരണമായേക്കാം. ഇതിനെ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് മാറ്റങ്ങൾക്കായി മുൻകൂട്ടി തയ്യാറെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഓരോ മേഖലയായി ഒന്ന് പരിശോധിക്കാം. ആദ്യം നിങ്ങളുടെ കർമ്മഭാവം, അതായത് കരിയർ മേഖല, തൊഴിൽ മേഖലയെ കുറിച്ചിട്ടാണ്. 2026 മീനം രാശിക്കാരെ സംബന്ധിച്ച് തൊഴിലിൽ ഒരു വിപരീത രാജയോഗം പ്രവർത്തിക്കുന്ന വർഷമാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന ജന്മശനി തൊഴിലിൽ ഉത്തരവാദിത്തങ്ങളും അധ്വാന ഭാരവും വർദ്ധിപ്പിക്കുമെങ്കിലും 6ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും വർഷമധ്യത്തിൽ 5ാം ഭാവത്തിൽ ഉച്ചത്തിൽ വരുന്ന വ്യാഴവും നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ നൽകുന്നതാണ്. ഈ വർഷത്തെ തൊഴിൽ ഫലങ്ങളെ നമുക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. ജനുവരി മുതൽ മെയ് വരെ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 12ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും 6ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും തൊഴിലിൽ നിങ്ങൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ സഹായിക്കും. മാർച്ച് മുതൽ ഒക്ടോബർ വരെ കേതു മകം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഇത് ഉദ്യോഗസ്ഥർക്ക് അനുകൂലവുമാണ്. തൊഴിലിൽ സ്ഥാനക്കയറ്റമോ ആഗ്രഹിച്ച ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റമോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തെ ശത്രുതാ മനോഭാവങ്ങളെയും മത്സരങ്ങളെയും അതിജീവിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ രാശാധിപനായ വ്യാഴം 5ാം ഭാവമായ കർക്കടകത്തിൽ ഉച്ചനായി നിൽക്കുന്ന ആ ഒരു സമയം തൊഴിൽ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലയളവാണ്. ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ശമ്പളത്തോടു കൂടിയ അവസരങ്ങൾ ലഭിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്
തടസ്സങ്ങൾ മാറി വിസ ലഭിക്കുവാൻ സാധ്യത ഏറുന്ന ഒരു കാലഘട്ടമാണ്. ഇനി നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ തൊഴിൽ സാഹചര്യം ഒരല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതാകും. പെട്ടെന്നുള്ള സ്ഥലം മാറ്റം അല്ലെങ്കിൽ ജോലിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം. ഈ മാറ്റങ്ങളെല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് നടത്തി 2026 കാലെടുത്ത് വയ്ക്കുന്നത് ഗുണകരമായി വരുന്നതാണ്. ഓരോ നക്ഷത്രക്കാർക്കും ഈ തൊഴിൽ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്ന് പരിശോധിക്കാം. ആദ്യം പൂരുരുട്ടാതിയുടെ അവസാന പാദമാണ്. നിങ്ങൾക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. ഇത് തുടക്കത്തിൽ സമ്മർദ്ദമുണ്ടാക്കുമെങ്കിലും ഭാവിയിലെ വളർച്ചയ്ക്ക് അനിവാര്യവുമാണ്. സഹപ്രവർത്തകരിൽ നിന്ന് ചില എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും ക്ഷമയോടെയുള്ള സമീപനം വിജയം കാണുന്നത് തന്നെയായിരിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ഉത്രട്ടാതി നക്ഷത്രമാണ്. ശനി സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ പരിശ്രമം അനിവാര്യമായ ഒരു വർഷമാണ് 2026. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ജോലികൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ ജീവനക്കാർക്ക് വർഷത്തിന്റെ മധ്യഭാഗം, അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് ബുധന്റെ നക്ഷത്രമാണ്. നിങ്ങൾക്ക് IT, മീഡിയ, അക്കൗണ്ടിംഗ്, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഒരു വർഷമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ണർഷിപ്പുകൾ വന്നു ചേരും. വിദേശ യാത്രകൾക്കോ വിദേശ കമ്പനികളുമായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ അവസരം ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ അന്ത്യത്തിൽ ജോലി മാറുവാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് വരുന്നതാണ്. ഇതൊന്ന് നിയന്ത്രിക്കേണ്ടതുമാകുന്നു. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 2026 മീനം രാശിക്കാർക്ക് ഒരു സമ്മിശ്രമായ വർഷമാണ്. 12 രാഹു ചിലവുകൾ വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യങ്ങൾക്കോ യാത്രകൾക്കോ വേണ്ടിയാകാം. എന്നാൽ ജൂൺ മുതൽ വ്യാഴം 5ാം ഭാവത്തിലേക്ക് വരുന്നത് സാമ്പത്തികമായ സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. കേതു 6ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കടങ്ങൾക്ക് ഒരു ആശ്വാസം വരുന്നതാണ്. അതുപോലെ ഊഹക്കച്ചവടങ്ങൾ, അതായത് ഈ സ്പെക്കുലേഷൻ പോലുള്ള കാര്യങ്ങളിൽ അധികം റിസ്ക് എടുക്കാതിരിക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട ഒരു സമയമാണ്. സുഹൃത്തുക്കൾ വഴി ധനനഷ്ടം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്ഥിരമായ വരുമാനം വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കും വർഷമധ്യം നല്ലതാണ്. രേവതി നക്ഷത്രക്കാർക്ക് യാത്രകൾ വഴി ധനം ചിലവാകുമെങ്കിലും അത് പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായ ഒരവസ്ഥയൊക്കെ വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് 2026 മികച്ച ഒരു വർഷമാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. വർഷത്തിന്റെ അവസാനത്തെ 4 മാസങ്ങൾ നിങ്ങൾ വിദ്യയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ദാമ്പത്യപരമായി നോക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ 7.5 ശനിയുടെ ഒരു പ്രഭാവം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ തെറ്റിദ്ധാരണകൾ വരുവാൻ ഇടയുണ്ട്. എന്നാൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രണയ സാഫല്യത്തിനും സന്താന ഭാഗ്യത്തിനും അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും കാരണമാകുന്നതാണ്. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത് ജന്മശനി നിങ്ങൾക്ക് അലസതയും ക്ഷീണവും തരുമെങ്കിലും രാഹുവിന്റെ ചതയം നക്ഷത്രത്തിലുള്ള സഞ്ചാരം രോഗശമനം നൽകുന്നതാണ്. കാൽമുട്ട്, പാദം, ഗുഹ്യ സംബന്ധമായ അസുഖങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2026 നിങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാഞ്ജന വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ രാഹു കേതു ദോഷ നിവാരണത്തിനു വേണ്ടി സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. വ്യാഴപ്രീതി ലഭിക്കുവാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മാസത്തിൽ ഒരിക്കൽ ഭാഗ്യസുക്ത വഴിപാട് നടത്തുന്നതും ഏറ്റവും നല്ലതാണ്. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രത്യേക പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 2026 മീനം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് അതിജീവനത്തിലൂടെ വിജയം കൈവരിക്കുന്ന ഒരു വർഷമാണ്.
ജന്മശനിയാണെങ്കിലും ഇരട്ടി ഫലം നൽകുവാൻ ഉച്ചനായ വ്യാഴവും വിപരീത രാജയോഗം നൽകുന്ന ഗ്രഹങ്ങളും കൂടെയുണ്ടാകും എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. അതുകൊണ്ട് വർഷത്തിന്റെ മധ്യത്തിൽ, അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെ ലഭിക്കുന്ന സുവർണ അവസരങ്ങളെ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുക. വർഷാവസാനം ജൂലൈയിൽ വരുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങളെ ഭയക്കാതെ തന്നെ അതിനെ കരിയറിലെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ചവിട്ടുപടിയായി കാണേണ്ടതുണ്ട്. സാമ്പത്തികപരമായി വർഷത്തിന്റെ മധ്യം വരെ ചിലവുകൾ ഉണ്ടായേക്കാമെങ്കിലും ജൂൺ മുതൽ ഒക്ടോബർ വരെ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് വലിയ ധനനേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. കുടുംബജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി മനസമാധാനവും സന്തോഷവും പ്രണയ സാഫല്യവും മംഗളകർമ്മങ്ങളുമൊക്കെ നടക്കുന്ന ഒരു വർഷമാണ്. ഏറ്റവും പ്രധാനമായി ആരോഗ്യകാര്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ പോലും രാഹുവിന്റെ സ്വാധീനം അതിവേഗമുള്ള രോഗശമനവും നൽകുന്നതാണ്. ചുരുക്കത്തിൽ ജന്മശനി എന്ന യാഥാർത്ഥ്യത്തെ ഭയക്കാതെ തന്നെ ജൂൺ മുതൽ ഒക്ടോബർ വരെ ലഭിക്കുന്ന വലിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി മുൻപോട്ട് പോവുക. വർഷാവസാനം വരുന്ന മാറ്റങ്ങളെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറിയാൽ തീർച്ചയായും 2026 നിങ്ങളുടെ വർഷം തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.